കാണാ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. സൗഹാർദ്ദത്തിന്റെയും സഹകരണത്തിന്റെയും ഒക്കെ അടയാളമാണ് പാരീസിലെ വൈറ്റ് ഡിന്നർ. ഡിന്നറിൽ പങ്കെടുക്കാനെത്തുന്ന എല്ലാവരും വെള്ള വസ്ത്രം ധരിച്ചാണ് എത്തുക. പാരീസ് നഗരത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഓപ്പൺ എയറിലിരുന്നാണ് വിരുന്ന്. അമ്പരചുംബികളായ കെട്ടിടങ്ങൾക്കും രുചികരമായ ഭക്ഷണത്തിനുമെല്ലാം പേരുകേട്ട പ്രകാശത്തിന്റെ നഗരം വലിയൊരു വിരുന്നിനാണ് വേദിയായത്. ശുഭ്രവസ്ത്രധാരികളായ ആയിരക്കണക്കിന് ആളുകളാണ് സെയിൻ നദിയോട് ചേർന്ന പാലത്തിലെ വിരുന്നിൽ പങ്കെടുത്തത്. ഇത് 26ാമത്തെ തവണയാണ് ഇങ്ങനെ ഒരു വിരുന്ന് ഇവിടെ സംഘടിപ്പിക്കുന്നത്. എന്നാൽ എല്ലാവർക്കുമൊന്നും ഈ വിരുന്നിൽ പങ്കെടുക്കാനാവില്ല. തിരഞ്ഞെടുക്കപ്പെട്ട വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് വിരുന്നിലേക്ക് പ്രവേശനം. ഡിന്നറിനുള്ള ലൊക്കേഷൻ വിരുന്ന് തുടങ്ങാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് അറിയിക്കുക. പിക്നിക് മൂഡിലാണ് ഓരോ അംഗങ്ങളും ഈ ഡിന്നറിൽ പങ്കെടുക്കാൻ എത്തുന്നത്. അവരവർക്ക് വേണ്ട ഭക്ഷണവും ഇരിക്കാനുള്ള ചെയറും ടേബിളുമെല്ലാം എത്തിക്കുന്നതും അവരവർ തന്നെയാണ്. വെള്ള നിറത്തിലുള്ള പൂക്കൾ ഉപയോഗിച്ച് ഇരിപ്പിടങ്ങളെല്ലാം അലങ്കരിക്കുന്നതും മനോഹരമാക്കുന്നതുമെല്ലാം ഇവർ തന്നെ. സൗഹാർദ്ദത്തിന്റെയും സഹകരണത്തിന്റെയും കൂട്ടായ്മയാണ് ഇത്. അതും പാരീസ് നഗരത്തിന്റെ എല്ലാ സൗന്ദര്യവും ആസ്വദിച്ചാകുമ്പോൾ ഇരട്ടി സന്തോഷമാണ് അത് നൽകുന്നതെന്നാണ് വിരുന്നിൽ പങ്കെടുക്കാനെത്തിയ ഗോലിയാമു പറയുന്നത്. We have oysters, we have champagne, but most of it's just celebrating summer, celebrating friendship, celebrating the Art de Vivre in Paris, in France, and how fun it can seem to the rest of the world. But most of this came 30 years ago when a bunch of friends just decided to have that fantastic outside dinner in the monuments of this fabulous city. വർഷങ്ങൾക്ക് മുൻപ് ഏതാനും സുഹൃത്തുക്കൾ ചേർന്ന് ആരംഭിച്ചതാണ് ഈ ഔട്ട്സൈഡ് ഡിന്നർ. നേരം സന്ധ്യയാകുമ്പോഴേക്കും മിന്നി പ്രകാശിക്കുന്ന വെളിച്ചത്തിൽ അതിമനോഹരിയായിരിക്കുന്ന പാരീസിന്റെ മടിത്തട്ടിലെ കലാപരിപാടികളോടെയാണ് വൈറ്റ് ഡിന്നർ അവസാനിക്കുക.